നമസ്കാരം. അപ്പോ ഇന്നത്തെ ചിക്ചാറ്റിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഒന്നാകെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കേരള സ്റ്റോറി സിനിമയുടെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗം ഇറങ്ങിയപ്പോൾ നമുക്കറിയാം അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും പലരും ഇങ്ങനെയൊക്കെ സംഭവം നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഈ കേരള സ്റ്റോറി സിനിമ ഒന്നിറങ്ങിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ രണ്ടാമത്തെ ഭാഗം വരിക. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു പ്രസ് മീറ്റ് ഒക്കെ ഇവര് നടത്തിയിരുന്നു അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിലൊരു 36 പെൺകുട്ടികളൊക്കെ വിളിച്ചിരുത്തി. അതിൽ ഒരാൾ പോലും കേരളത്തിൽ നിന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും എന്താണ് ഞെട്ടിക്കുന്നതും രസകരമായിട്ടുള്ള ഒരു കാര്യം. എന്താണ് സാറിന് അതിനെ കുറിച്ച് പറയുന്നത്? ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ സാർ നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. ഇത് ബേസിക്കലി ഈ പറയുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം കോയിൻ ചെയ്യുന്നത് കേരളത്തിലെ മുൻ DGP ആയ TP സെൻകുമാറാണ്. അപ്പം അയാളെന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ ഒരു വർഗീയ ഭ്രാന്തൻ, അവനെ ഒരിക്കലും ഒരു പോലീസ് ഓഫീസറായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്? അയാൾ ചിലപ്പോൾ കറപ്ഷൻ ഇല്ലാത്ത ആളായിരിക്കും, പക്ഷെ അയാൾ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതായത് കേരളത്തെ പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിച്ച് നശിപ്പിക്കുക. കാരണം അതിൻ്റെ ഒരു പ്ലാന്റഡ് വേർഷനായിട്ടാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം അയാൾ മലപ്പുറത്തിരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് ലവ് ജിഹാദിനേക്കാളും ചില ക്രിസ്ത്യൻ പെൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളും കല്യാണം കഴിച്ചിട്ടുണ്ട്. മറ്റ് ചില ആൾക്കാരെ ഇവർ ISIS-ലും അൽ ഖൈദയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും അറിയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇവരെ റാഡിക്കൽ ഇസ്ലാം ആക്കിയ സമയത്ത് ഈ പോലീസുകാരന്മാർ എന്തു കുന്തമാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ വീട്ടുകാരെ കംപ്ലൈന്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇവരുടെ റൂട്ടും സംഭവങ്ങളൊക്കെ പരിശോധിക്കണം. അതാണ് ഇവിടുത്തെ പോലീസിന്റെ ജോലി. പിന്നീട് കേരളത്തിന്റെ ഈ പറയുന്ന ഗൾഫ് എക്കോണമി, ഈ സംഭവങ്ങൾ, ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് സാമ്പത്തികം കൂടി അതൊക്കെ ഉണ്ടായി. അവർ പലയിടത്തും ജോലിക്ക് പോകാൻ തുടങ്ങി, ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനകത്ത് ഉണ്ടാക്കിയൊരു സംഭവമുണ്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയ്ക്ക്. അതേപോലെ SDPI, PFI, ജമാഅത്ത് ഇസ്ലാമി, അവരൊക്കെ കാണിച്ച വൃത്തികേട്. അതിനകത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ സഫർ ചെയ്യേണ്ടി വന്നു. അത് യാഥാർത്ഥ്യമാണ്. ഞാൻ തന്നെ പല വീഡിയോ അവർക്കെതിരെ ചെയ്തു. കാരണം ഇപ്പോഴവർ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നീട് ഗവൺമെന്റ് ആക്ട് ചെയ്തു, കേന്ദ്ര ഗവൺമെന്റ് ആക്ട് ചെയ്തു, PFIയെ ബാൻ ചെയ്തു, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പല നടപടിയെടുത്തു. അവരുടെ ഈ പത്രം തന്നെ ഡീറെയിലായിപ്പോയി, മനസ്സിലാക്കുക. കാരണം അവർക്ക് സാമ്പത്തികമില്ലാതെ, കാരണം ഗവൺമെന്റ് പല രീതിയിലുള്ള ടൈറ്റായി. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന രണ്ടാം പാർട്ട് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ബേസിക്കലി കേരളത്തിലുള്ള വലിയൊരു ശതമാനം ആൾക്കാർ നോൺ വെജ് കഴിക്കുന്നവരാണ്. നമ്പർ 1. അതിനകത്ത് ഈ നോൺ വെജ് കഴിക്കുന്നവരുടെ 60 മുതൽ 70% അവരുടെ വീടുകളിൽ നോൺ വെജ് ഉണ്ടാക്കുന്നവരാണ്. രണ്ടാമത്തേത്, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നീ താമസിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഈ നോൺ വെജ് കഴിക്കുന്ന ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം അവരുടെ വീടുകളിൽ അത് ഉണ്ടാക്കത്തില്ല. അവർ പുറത്തു പോയാൽ കഴിച്ചത്. അവർ ബീഫ് വരെ കഴിക്കും. പഴയ ഡൽഹി അല്ല, പഴയ നോർത്ത് ഇന്ത്യ അല്ല ഇന്നത്തെ നോർത്ത് ഇന്ത്യ അല്ല. അത് കാരണം ഡിജിറ്റലി വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ആഹാരമാണ്. അപ്പൊ ഈ സിനിമയെന്ന് പറയുന്ന പ്രൊപ്പഗണ്ടയായിട്ട് ഇവരുണ്ടാക്കിയെടുത്ത് അതിന്റെ ടീസറും അത് കണ്ടു കഴിയുമ്പോൾ വായിലോട്ട് കുത്തിക്കയറ്റുന്നു. എനിക്കും നിനക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. ഒന്നാമത് ബീഫിന് ഇത്രയും വിലയുണ്ട് കേരളത്തിൽ. ഇന്ന് ഡൽഹിയിൽ 350 രൂപ 250 രൂപയൊക്കെ ഉള്ളു ബീഫിന്റെ വില. കേരളത്തിലെങ്ങാണ്ട് 350-400 രൂപയൊക്കെ ഉണ്ട്. ഇന്നും ഡൽഹിയിൽ 250 രൂപയൊക്കെ ഉള്ളൂ പലയിടത്തും. അത് മാത്രമല്ല, ഈ രാവിലെയുള്ള സമയത്തൊക്കെ പോയിട്ട് കുറച്ച് വൈകി കഴിഞ്ഞ് ഈ സാധനം കിട്ടത്തില്ല. അത്ര ഡിമാൻഡുള്ള സാധനമാണ്. അതുമല്ല, കടകളിൽ ഈ ബീഫ് പൊറോട്ട എന്ന് പറയുന്ന സംഭവം കേരളത്തിലെ പോപ്പുലറാണ്. ഈ സാധനം വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു പല കേരളത്തിലുള്ള മലയാളികൾ പറഞ്ഞു കൊടുത്തുണ്ടാക്കിയതാണ്. ഒരു ഐഡിയയിലാണ് ഇപ്രാവശ്യം പെണ്ണിന്റെ ഇഷ്യൂ മാറ്റിയിട്ട് ബീഫ് വായിലോട്ട് കയറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് ജിബൻ പറഞ്ഞ പോലെ അവർ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ ഒറ്റ മലയാളിയില്ല അതിൻ്റെ അകത്ത്.
ഇത് മലയാളി ഇല്ലാത്തത്. ഈ 36 പേരിലത്തെ എത്ര പേര് സത്യമായിരിക്കും? ഇവിടെ നരേറ്റീവ് ഉണ്ടാക്കാൻ, ഇതേപോലെ ഡ്രാമ കാണിക്കാൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഗ്രൂപ്പുകൾ വളരെ മുമ്പിലാണ്. അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഇതിനെ എതിർത്ത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയത്. അത് വലിയ രീതിയിൽ ഫലം കണ്ടിട്ടുമില്ല. അതായത് ഈ പറയുന്ന ഇതിന്റെ ആദ്യ സിനിമ ഇറങ്ങുന്ന ഘട്ടത്തിൽ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളൊക്കെ പല സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാരോ കേരളത്തിൽ നിന്നാണ് ഈ കേരള സ്റ്റോറി കാണുന്ന ഒരു സത്യമാണ്, നിങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കുന്നതിന്റെ ചോദ്യമൊക്കെ വന്ന അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇത്തവണ ഇറങ്ങുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യാസമുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ഹിന്ദി പിന്നെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെതിരായിട്ട് ട്വിറ്ററിലൊക്കെ ഇതിനെ തമാശയാക്കിക്കൊണ്ടൊക്കെ പോസ്റ്റ് ഇടുന്ന രീതിയിലേക്ക് സാധനം മാറിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നി എന്താന്ന് വെച്ചാൽ, മോദിജി അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് ഹിന്ദു ഖത്രയിലാണ്, അതായത് ഹിന്ദു അപകടത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ ചോദിക്കുന്നത് ഇത് 3ാമത്തെ ടേമായി, അതായത് 15 വർഷം 10 വർഷത്തിന് കഴിഞ്ഞു പോവാണ്, ഇപ്പോഴും ഹിന്ദു അപകടത്തിലാണോ എന്നൊക്കെ ചോദ്യമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ആ രീതിയിലേക്ക് ഇതിലൊരു മാറ്റം ഉണ്ടായത് സാർ ശ്രദ്ധിച്ചു? ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് പറയാം. ഡൽഹിയിൽ എത്ര പെൺകുട്ടികളെ കാണാനില്ല? റിയാലിറ്റിയാണ്. ഒരു മാസം ഇത്ര 1000 പെൺകുട്ടികളെ കാണാനില്ല. മധ്യപ്രദേശിൽ കാണാനില്ല. ഹരിയാനയിൽ റെക്കോർഡ് നമ്പറാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നേക്കുന്നത്. ഷോക്കിംഗ് ആണ്. അതെ, അതേപോലെ തന്നെ സ്വാതി മലിവാൾ BJPയുടെ മെമ്പർ ഓഫ് പാർലമെന്റ് രാജ്യസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. പെൺകുട്ടികളെ വിൽക്കുകയും കച്ചവടം ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമെന്ന് പറഞ്ഞ് ഇന്ത്യയാണ്. അതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഈ ബീഫിന്റെ വായിലിടുന്നതാണ് പ്രശ്നം. ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ 3ഓളം പെൺകുട്ടികൾ ഇന്നലെ മാൾവിയ നഗറില് എന്ത് ക്രൂരമായിട്ടാണ് ഈ റേസിസ്റ്റ് അറ്റാക്ക് ഉണ്ടായത്. ആ പെൺകുട്ടികളെ എന്താ വിളിച്ചത്? ഈ പറയുന്ന 3 പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികളാണ് അരുണാചൽ. അവരെ വിളിച്ചത് സ്പായിലും മസാജ് പാർലറിലും ജോലി ചെയ്യുന്ന, കാരണം ഉപയോഗിച്ച വാക്കറിയാവില്ല, ഞാൻ പറയാവില്ല എന്താ ആവർത്തിക്കേണ്ട കാര്യമില്ല, അത് അത്രയും വംശീയ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ. ഓക്കെ, എന്നിട്ട് അവർ ഇതേപോലെ അറ്റാക്ക് ചെയ്തു. അത് ഡൽഹിയിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലും വളരെ സ്പഷ്ടമായിട്ട് കാണുന്ന സംഭവമാണ്. ഈ പറയുന്ന അരുണാചലുകാര്, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റുകാർ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്തുവാ? അവർക്ക് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ചൈന പറയുന്നത് അവർ നിങ്ങൾ ഇന്ത്യക്കാരല്ല, ചൈനീസ് സിറ്റിസണാണ്. എന്നിട്ട് അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുക. അപ്പൊ അവരെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഡൽഹി ഫയലല്ലേ ചെയ്യേണ്ടത്, ഇന്ത്യൻ ഫയലല്ലേ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്ന രാജ്യം ഏതാ? ഇന്ത്യയല്ലേ. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സഫർ ചെയ്ത രാജ്യം ഏതാ? ഇന്ത്യയല്ലേ. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കൊല്ലുന്ന രാജ്യം ഇന്ത്യയല്ലേ. അപ്പൊ ഇന്ത്യൻ സ്ത്രീകളെ പറ്റിയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇവിടെ മതപരമായ പല രീതികളുമുണ്ട്. ഇസ്ലാമിന്റെ മറ്റൊരു വശമുണ്ട് ഈ ഹിന്ദുത്വ സനാതന ധർമ്മത്തിനകത്ത്. അപ്പൊ അതല്ലേ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ബീഫ്, അതാണ് ഇവർക്ക് യഥാർത്ഥ ഇഷ്യൂ എന്ന് ഒളിച്ചോടാൻ വേണ്ടി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും മലയാളികളെ താറടിക്കാൻ വേണ്ടി. കാരണം എല്ലാവർക്കും അറിയാം, മലയാളി എന്ന് പറഞ്ഞ സംഭവം ആ DNA ഉള്ളവരെ ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഒരു മലയാളി ഒരു നോർത്ത് ഇന്ത്യക്കാരന് വലിയ വ്യത്യാസമുള്ളത്, ചെറിയ വ്യത്യാസമല്ല. കാരണം അവൻ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ പറയുന്ന നോർത്ത് ഇന്ത്യക്കാരൻ അന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. അപ്പോൾ ഈ പറയുന്ന സൊസൈറ്റിയാണ് മലയാളികൾ. അതെ, ഈ മഹാത്മാഗാന്ധിജി എന്ത് ചെയ്തു എന്നൊക്കെ ഈ പറയുന്ന ആ വൃത്തികെട്ട PC ജോർജ് പറയുമ്പോഴൊക്കെ ആൾക്കാർ വിശ്വസിക്കും. ആര്? നോർത്ത് ഇന്ത്യക്കാർ വിശ്വസിക്കും, മലയാളികൾ വിശ്വസിക്കത്തില്ല. മലയാളിക്കറിയാം ആരാണ് നരേന്ദ്രമോദി, ആരാണ് മഹാത്മാഗാന്ധി, ആരാണ് മൻമോഹൻ സിംഗ്. ഇന്ത്യക്കാർക്കറിയാം, മലയാളികൾക്ക് ശരിക്കും അറിയാം. ഒരു കാര്യം പറയാം, കേരളത്തിനകത്തൊരു ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ ഗ്ലോബലായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. അല്ലാതെ 24 മണിക്കൂറും ചാണകവും അതിൻ്റെ അകത്ത് പ്ലൂട്ടോണിയും അതിനകത്ത് ഇതും ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരല്ല നമ്മളെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനൊരു ടോപ്പിക്ക് കൊണ്ടുവന്ന് കേരളത്തെ വളരെ ടാർണിഷ് ചെയ്യുക, ഇത് തന്നെയാണ് ഉദ്ദേശം. ഉറപ്പായിട്ടും നമ്മളെ ഇപ്പം ഇതിനകത്തൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. അതായത് തുടക്കത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാചകമാണ് ഈ പറഞ്ഞ ഹിന്ദു അപകടത്തിലാണെന്നുള്ള ഒരു സംഗതി. അത് ഈ പറഞ്ഞ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലവ് ജിഹാദ് ആണെങ്കിലും അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നതാണെങ്കിലും ഈ ക്രിസ്ത്യൻ കൺവേർഷൻസ് ആയി കഴിഞ്ഞാലും ഇതിനെല്ലാം ഇവർ ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് ഹിന്ദു അപകടത്തിലാണെന്ന്. അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 10 വർഷത്തിന് ശേഷവും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ തന്നെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന രീതിയിലേക്കല്ലേ മുഴുവനും പച്ചക്കള്ളം പറയുമല്ലയോ. എവിടെയാണ് ഹിന്ദു അപകടത്തിലാവുന്നത്?
ഹിന്ദുവിന്റെ അപകടത്തിലാകുന്ന പ്രധാന ഇഷ്യൂ ഇവിടുത്തെ കാസ്റ്റിസമാണ്. അതെ. അപ്പൊ UGCക്കകത്തുണ്ടായ ഇഷ്യൂ അനുസരിച്ച് ഇവിടെ സ്പ്ലിറ്റ് ആയില്ലയോ? അതായത് ഇവിടുത്തെ OBC ദളിറ്റ്സും ഒന്നായി, അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസ് വേറെയായി. ഇന്ന് നടക്കുന്ന പ്രക്ഷോഭമുണ്ട്, ഗ്രാമാന്തരങ്ങളിലാണ് ഇത് നടക്കുന്നത്. കാരണം അതിൻ്റെ അകത്തുനിന്ന് വെർട്ടിക്കലായിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റി സ്പ്ലിറ്റ് ആവുക. കാരണം ഇവർക്കറിയാം ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഇഷ്യൂ ആണ്. കാരണം ഈ ബ്രാഹ്മൺ വാദി എന്നുള്ള മുദ്രാവാക്യം ആദ്യം ഉണ്ടായി, പിന്നീടാണ് നമ്മൾ കണ്ടത്. ഇപ്പം ഞാനും അറിയാം, ദ്വാരകയിൽ ഇവിടെ ഹിന്ദു സങ്കല്പം എന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു സമ്മേളനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അപ്പം അതിനകത്ത് ഹിന്ദു ദൈവങ്ങളുടെയും ഭാരത് മാതാ ഇതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും താഴെ, അതായത് മനസ്സിലാക്കുക, അതിൻ്റെ അകത്ത് ഒരു ദളിത്തും ഒരു ബാക്ക്വേർഡ് ക്ലാസ്സും ഒന്നും പങ്കെടുത്തില്ല. ഏറ്റവും താഴെ അംബേദ്കറിന്റെ ഫോട്ടോ ദേവന്മാരുടെ കൂടെ വെച്ചേക്കുവാണ്. കാരണം അവർക്കറിയാം ഇത് ഡേഞ്ചർ സോണിലോട്ടാണ് ഇത് പോകുന്നത്. കാരണം അവർക്കറിയാം ഇവിടെയുള്ള ദളിറ്റ്സും ബാക്ക്വേർഡ് ക്ലാസ്സും, അതായത് OBCയും എഡ്യൂക്കേറ്റഡ് ആയി, അവർ ഈ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. പഴയ പോലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നടക്കത്തില്ല. അപ്പം ഇതിൻ്റെ അത് വിഷയം മാറ്റുക എന്നതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഹിന്ദു ഖത്രാമേഹേ ഗിത്രാമേന്നോ ആ സാധനം ഇനി എറിക്കത്തില്ല. കാരണം ഹിന്ദു ഖത്ര എന്ന് പറഞ്ഞാൽ അവരുടെ അകത്താണ് ഖത്ര ഉണ്ടായിരിക്കുന്നത് പ്രശ്നം, അല്ല പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനമൊന്നും അല്ല. അത് മാറ്റാൻ അവർ തയ്യാറുമല്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പശുവായിട്ട് ബന്ധപ്പെട്ട് കാര്യം ചോദിക്കട്ടെ. ഇന്നലെ മെനിഞ്ഞാന്നോ UP പ്രശസ്തനായ ഒരു ശങ്കരാചാര്യ, അയാൾ ഫേക്കാന്ന് ഇവർ പറയുന്നു. പക്ഷെ അയാളാണ് ഏറ്റവും കൂടുതൽ ഗോമാംസം അതിനെതിരെ പ്രക്ഷോഭം നടത്തിയത്. അയാൾക്കെതിരെ എന്തുവിനെ UP ഗവൺമെന്റ് പോക്സോ കേസ് ചാർജ് ചെയ്തത്? ഐ എം ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ. കുറച്ചു കാലം മുന്നെയാണ് പിന്നെ യോഗിനൊക്കെ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്ത്. എന്തിനാ അയാൾക്കെതിരെ പോക്സോ കേസ് ചാർജ് ചെയ്തത്? അയാൾ അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺ, ചിത്ത ബ്രാഹ്മൺ എന്ന് പറയുന്ന കൂട്ടത്തിൽ അയാൾക്കെതിരെ എന്താ ചാർജ് ചെയ്ത്? അയാളുടെ ആശ്രമത്തിലെ പല ആൾക്കാർക്കെതിരെയും ചാർജ് ചെയ്തു. 20 വയസ്സുള്ള പെൺകുട്ടി, 16 വയസ്സുള്ള പെൺകുട്ടി ഇങ്ങനെ കേസ് കൊടുത്തു എന്ന് ഒരു സ്വാമിക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. അതും അറിയപ്പെടുന്ന ഒരാള്. ഇപ്പൊ ഞാൻ ഈ പറയാൻ സത്യസന്ധമായിട്ടുള്ള കേസുകളാണെങ്കിൽ പോലും UPയിലും ഹരിയാനയിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടാവുന്നത് നമുക്കറിയാം. അതെ, അവിടെയാണ് ഈ സ്വാമിക്കെതിരെ സോഷ്യൽ മീഡിയ വലിയ ഇഷ്യൂ ആയത്. കാരണം അപ്പർ കാസ്റ്റ് വലിയ രീതിയിൽ അത് അറ്റാക്ക് ചെയ്തു. കാരണം യോഗി എന്ന് പറയുന്ന OBC. ഇതിനകത്ത് ഇഷ്യൂ എന്തുവാ പ്രധാനമായിട്ടും കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ അപ്പർ കാസ്റ്റിലുള്ള കമ്മ്യൂണിറ്റിക്കകത്ത് ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. ഇത് വളരെ വിസിബിളാണ്. അതിൻ്റെ പേരിൽ ഒരു ജോലിയും കിട്ടുന്നില്ല. എഡ്യൂക്കേഷൻ ആണെങ്കിൽ വളരെ എക്സ്പെൻസീവാണ്. ഈ പറയുന്ന മെറിറ്റിൽ വരിക എന്ന് പറയുന്നത് അതിനേക്കാളുള്ള സംഭവമാണ്. കാരണം റിസർവേഷനുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയെങ്കിലും വിദേശത്തോട്ട് പോവുക, ഇതാണ് അവരുടെ പോകാൻ വഴി. അപ്പം അടുത്തൊരു ചോദ്യം ഉണ്ടായി, എന്തിനാണ് RSSന്റെ ചീഫ് പറയുന്നത് കുട്ടികളെ കൂടുതലുണ്ടാക്കാൻ? 3 കുട്ടികൾ 4 കുട്ടികളുണ്ട്. കാരണം അവർക്കറിയാം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നത് ഷ്രിങ്ക് ചെയ്യുകയാണ്. അവർക്കാർക്കും ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇന്ത്യയിൽ നിന്നാൽ ജോലി കിട്ടത്തില്ല. ഇതൊക്കെയാണ് ഇഷ്യൂ. അപ്പം അതിനകത്ത് ഈ പറയുന്ന ഈ UGCയുടെ സംഭവങ്ങൾ കൂടി പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ കാരണം എന്താ? UGC നോട്ടിഫിക്കേഷൻ നോർത്ത് ഇന്ത്യയിൽ പെട്ടെന്ന് ഇത്ര വലിയ സ്ഫോടനമായി പോയല്ലോ സംഭവം. സുപ്രീം കോടതി പെട്ടെന്ന് സ്റ്റേ ചെയ്തു. എന്താ കാര്യം? കാരണം അവർക്ക് മനസ്സിലായി ഈ അപ്പർ കാസ്റ്റ് അതിനോട് ചേർന്ന് വായിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ബാക്ക്വേർഡ് ക്ലാസ് OBC ഒന്നാകുന്നു. OBC അങ്ങനെ ദളിറ്റ്സിന്റെ കൂടെ ഒന്നാവുന്നവരല്ല. ഈ ഒന്നായ OBC എന്ന് പറയുന്നില്ല, സംഘപരിവാറിന്റെ ഗ്യാങ്ങുകളാണ്. അവരൊന്നാകുന്നു അപ്പർ കാസ്റ്റിനെതിരെ. അവർ പറഞ്ഞ് ഇത് നടപ്പിലാക്കണം. പലയിടത്തും പ്രകടനങ്ങൾ നടക്കുന്നു, പലയിടത്തും പ്രതിഷേധം നടക്കുന്നു, സുപ്രീം കോടതിന്റെ മുമ്പിൽ നടക്കുന്നു, പല കോടതികളുടെ മുമ്പിൽ നടക്കുന്നു, സുപ്രീം കോടതിയിലെ പല ജഡ്ജിമാരെയും തെറി വിളിക്കുന്നു. എന്താ ഇതിന്റെ കാര്യം? റീസൺ ഉണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ മറ പിടിച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് സാധനമാണ് കേരള സ്റ്റോറി. ഇപ്പൊ അവർ പറയുന്നത് എന്തുവാ? കേരള സ്റ്റോറി ഇത് പേര് മാത്രമേ ഉള്ളൂ, കേരളത്തിന്റെ കഥയല്ല. ആലോചിച്ച് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റോറി വരട്ടെ, ഇത് ജനം കാണട്ടെ. അത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു യുണീക്ക് സ്റ്റേറ്റ് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നൊരു സ്റ്റേറ്റാണ്. അതിനകത്ത് ഈ സുഡാപ്പികളും തീവ്രവാദികളും ഈ ജമാഅത്തെയും ഈ പറയുന്ന PFI ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാർക്കും മനസ്സിലായി ഇത് അതിരുവിടുന്ന ലക്ഷണമാണ്. അവർ പഴയ ഹമാസ് സപ്പോർട്ടേഴ്സ് പെട്ടെന്ന് മാറി പാലസ്തീൻ സപ്പോർട്ടേഴ്സായി മാറി. ആ ചേഞ്ച് ഉണ്ടായോ?
കാരണം അപ്പുറത്തെ ആൾക്കാർ ഒന്നിക്കാൻ തുടങ്ങി. ഇതതിൻ്റെ കാര്യം. പിന്നെ ഞാൻ പിന്നെ ഇതിനകത്ത് ഇപ്പോ പിന്നെ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ഹിന്ദുത്വ വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ കടല വെക്കുന്നവന്റെ അടുത്ത് പോയിട്ട് നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിക്കുക, എന്നിട്ട് അവൻ മുസ്ലിം ആണെങ്കിൽ അത് വ്ളോഗ് ചെയ്യുക. അതുപോലെ ഈ പറയുന്ന ക്രിസ്ത്യൻ പിന്നെ പ്രയർ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം തന്നെ ആക്രമണം നടത്തുക. അതുപോലെ ഈ പിന്നെ നമുക്കറിയാം ക്രിസ്മസ് സമയത്ത് നടന്ന ആക്രമണമൊക്കെ അറിയാം. ഈ വ്ളോഗേഴ്സ് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഇമേജിനെ തന്നെ ഗ്ലോബലി ടാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്കാണ് ഈ പറയുന്ന ഹിന്ദുത്വ വ്ളോഗേഴ്സിന്റെ പറയുക ഹിന്ദുത്വ ഫിലിം മേക്കേഴ്സ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും നമുക്കൊരു ഗ്ലോബൽ ആസ്പെക്ടിൽ നോക്കി കാണുന്നത് ഭയങ്കര ഇമേജ് ഷെയിം ചെയ്ത്. ഇത് ഇമേജ് മാത്രമല്ല, ഇത് പക്ക കച്ചവടക്കാരന്മാരാ. ഇവർക്കൊരു കാരണം മറ്റേ കേരള സ്റ്റോറിന്ന് ആദ്യം പറയുന്നത് കുറച്ചൊക്കെ ഹിറ്റായി. കാരണം ഒന്നും അറിയാതിരുന്ന ആ ബംഗാളി ഡയറക്ടറൊക്കെ ഇന്ത്യയിൽ ഫേമസ് ആയി. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായി. എന്നാ കേരള സ്റ്റോറി 2 അങ്ങ് ആക്കി കളയാം. കേരളത്തിന്റെ കഥയിൽ അത് ഒരു ടീസർ ഉണ്ടാക്കി ബീഫ് വായി കയറ്റുന്ന രീതിയിൽ. ഇപ്പം നോർത്ത് ഇന്ത്യക്കാരന് എന്തുവാണ് ബീഫ് എന്ന് ഈ പറയുന്ന ഗ്രാമങ്ങളിലുള്ളവർക്ക് അറിയത്തില്ല. പക്ഷെ അർബൻ നോർത്ത് ഇന്ത്യൻസിന് ബീഫ് എന്തുവാണെന്നറിയാം. അവർ കഴിക്കുന്നവരുമാണ്, അവരുടെ മക്കൾ കഴിക്കുന്നവരാണ്, അവർക്ക് അതിൻ്റെ ടേസ്റ്റും അറിയാം. അല്ലെ പഴയ രീതിയിൽ ഈ പറയുന്ന ബീഫിന്റെ പൊളിറ്റിക്സും കൗവിന്റെ പൊളിറ്റിക്സും ചാണകത്തിന്റെ പ്ലൂട്ടോണിയം പൊളിറ്റിക്സും നടക്കുന്നില്ലെന്നറിയാം. അപ്പൊ പുതിയ അജണ്ടയായിട്ട് കൊണ്ടുവന്നതാണ്. അതിനെ അത് കേരളത്തിൽ എല്ലാവരും കാണട്ടെ ആ സിനിമ. അതാ ഞാൻ പറയുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് മലയാളികൾ തന്നെ അവർ തന്നെ തീരുമാനിക്കട്ടെ നമ്മൾ ആരാണ്, ഈ നോർത്ത് ഇന്ത്യൻ ആരാണ്, അവർ തന്നെ തീരുമാനിക്കട്ടെ. കാരണം നോർത്ത് ഇന്ത്യക്കാരൻ എന്ന് നോർത്ത് ഇന്ത്യക്കാരൻ അവൻ മദ്രാശിയാകുമ്പോൾ നമ്മളെ മദ്രാസികൾ എന്ന് വിളിക്കുന്നു, സൗത്ത് ഇന്ത്യൻ എന്ന് വിളിക്കുന്നു, മറ്റവരെ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇവനെവിടുത്തുകാരനാ? കാരണം ഇത് ബേസിക്കലി ഭയങ്കര റീജിയണലിസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ടല്ലയോ ഈ പറയുന്ന ഹിന്ദി ലാംഗ്വേജിന്റെ പ്രശ്നം തമിഴ്നാടിന് അടി കിട്ടി, മഹാരാഷ്ട്രയിൽ നിന്ന് അടി കിട്ടി, കർണാടകയിൽ നിന്ന് അടി കിട്ടി. ഇനി ഇവർക്ക് എവിടെ ഹിന്ദി പറയാൻ പറ്റും? ഹിന്ദി ഖത്രയിലാണ്. ഇന്ത്യയിലെ ഹിന്ദി ഖത്ര ഡേഞ്ചർ ഹിന്ദി എന്ന ഭാഷ ഡേഞ്ചർ സോണിലാണ്. കാരണം ഹിന്ദി ഭാഷ പഠിച്ചിട്ട് ഒന്നും കിട്ടാവുന്നതില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇന്ത്യനായി. ഇതെല്ലാം ഉണ്ടാക്കി പറയുന്ന IT-യും മറ്റ് എക്കണോമിക് സാധനങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും ഒക്കെയാണ്. GDP ഒക്കെ എടുത്ത് നോക്കി അതാണ് മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് എവിടെ IT ഇതുള്ളത്? IT കോൺട്രിബ്യൂഷനും ടെക്നോളജി കോൺട്രിബ്യൂഷൻ എന്താ ഉള്ളത്? ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന പുഷ്പ വിമാനം മറ്റേ അസ്ട്രോണം മറ്റേ സ്പേസിൽ പോകുന്ന അത് ഹനുമാൻ. എത്ര പേര് വിശ്വസിക്കും? എന്നിട്ട് അത്രയും ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ വിമാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പുഷ്പവിമാനം 5000 വർഷം മുമ്പ് അസ്ട്രോനറ്റ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറ്റാത്തത്? ഇന്നും അമേരിക്കയുടെ കാലം പിടിച്ചിട്ടാണ് ശുഭാൻഷു ശുക്ലൊക്കെ പോകുന്നത്. എന്തുകൊണ്ട് നടക്കുന്നത്? 60 കൊല്ലം മുമ്പ് ഈ പറയുന്ന പിന്നെ 60 ലക്ഷം വർഷം മുമ്പൊക്കെയുള്ള ചരിത്രമുണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മൾ 60 വർഷം മുമ്പ് മാത്രം റിസർച്ച് തുടങ്ങി ചൈനയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഇതാണ് സിമ്പിളായിട്ട്. ഇത് മുഴുവനും കപടതയും കള്ളത്തരവുക. അപ്പൊ നമ്മളെ ബേസിക്കലി ഈ പറയുന്ന കപടതയും കള്ളതയും നരേറ്റീവ്സ് ഉണ്ടാക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. IIT-യിലെ ഒരു റിട്ടയർ കഞ്ചാവ് അടിച്ചൊരു പ്രൊഫസർ അയാൾ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ചാണകത്തിൻ്റെ അകത്ത് പ്ലൂട്ടോണിയം ഉണ്ട്, ചാണകം അതിൻ്റെ അകത്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തിട്ട് ക്യാൻസറിൻ്റെ മെഡിസിൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി 3.5 കോടി രൂപ സ്പെൻഡ് ചെയ്തു. തേജസിൻ്റെ 3ാമത്തെ എയർക്രാഫ്റ്റ് വീണു. സീ ദ ചേഞ്ച്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ടെക്നോളജി ഭയങ്കര സംഭവമാണ്, വിശ്വസാധനം എന്നാ പറയുന്നത്. എവിടെയാണ് നമ്മൾ പോലും ഈ ചാണകത്തിലാണ് പണം മുടക്കുന്നത്. അതിലാ പണം മുടക്കുന്നത്. കാരണം സയന്റിഫിക് ടെമ്പർ ഇല്ലാതായി മാറി. സയന്റിഫിക് ടെമ്പർ ഈ ഡെലിബറേറ്റ് ആയിട്ട് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ വലതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് ഈ പറയുന്ന ചാണകത്തിനും പശുവിനും അതേപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, കാരണം പൊളിറ്റിക്സിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. പക്ഷെ യഥാർത്ഥത്തിൽ എന്തിനാണ് റിസർച്ച് ചെയ്യേണ്ടത് അതിന് കൊടുത്തില്ല. ഇതേപോലെയുള്ള ബീഫ് ഇഷ്യൂ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നേ? ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? അതേപോലെ തന്നെ ഗുജറാത്തിൽ ഗവൺമെന്റിന്റെ പുതിയ നിയമം വന്നിരിക്കുന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന പേരൻസിന്റെ അനുവാദത്തോടുകൂടി കഴിക്കണമെന്ന്. നമ്മൾ പറയുന്നത് വിശ്വമാണെന്നാ പറയുന്നത്. ഗ്ലോബൽ
ഇതിന്റെ പേര് അതുപോലെ മറ്റൊരു സ്ഥലത്ത് ലിവിംഗ് ടുഗദർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ വിവാഹവും ലിവിംഗ് ടുഗദർ തമ്മിൽ വ്യത്യാസമില്ല. അത് ബേസിക്കലി ഇവർ കാണിക്കുന്ന മണ്ടത്തരമാണ്. പുതിയ ജനറേഷൻ ഇത് പുല്ലൊഴു ദൂരെ കളയും. ഇതിന് ഇനി കുറച്ച് നാളും കൂടെ ഈ പറയുന്ന ഈ എന്തു പറയുന്ന ഈ സനാതനം ചാണകം ബീഫ് കുറച്ച് നാളും കൂടെ പോകത്തുള്ളൂ. അത് ഇവർക്കും അറിയാം. കാരണം ഈ കള്ളത്തരം ഓരോന്നായിട്ട് പൊളിയുകയാണ്. എനിവേ, നല്ലൊരു ടോപ്പിക്കായിരുന്നു. അടുത്ത ടോപ്പിക്കിൽ കാണാം. താങ്ക് യു.